എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഖി നഖി രക്ഷതേ രോഗികരണേ. ശ്ലോകം 4. നളിനീദളഗത ജലമതിതരളം തജ്ജീവിതമതിശയചബലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നളിനീദള ഗത ജലം അതിതരളം. താമര ഇതളിലെ വെള്ളത്തുള്ളിയുടെ നിലനിൽപ്പ് അനിശ്ചിതമാണല്ലോ. തദ്വത് അതുപോലെ ജീവിതം അതിശയ ചപലം. ജീവിതവും അത്യന്തം ചപലം അഥവാ അസ്ഥിരമത്രേ. സമസ്തം ലോകം വ്യാധ്യഭിമാനഗ്രസ്തം ശോകഹതം ച വിദ്ധി. ലോകമാകെ വ്യാധിയാലും അഭിമാനത്താലും ഗ്രസിക്കപ്പെട്ടതായും ശോകത്താൽ ഹനിക്കപ്പെട്ടതായും രോഗവും ദുരഭിമാനവും ദുഃഖവും പിടിപെട്ട് നരയിക്കുന്നതായി അറിഞ്ഞാലും ബാസുര ജീവിതം നയിക്കുന്ന കർമ്മനിരതനായ മനുഷ്യൻ കാമിനീ കാഞ്ചനങ്ങളുടെ നേരെ എന്തു സമീപനമാണ് കൈക്കൊള്ളേണ്ടതെന്ന് തീരുമാനിക്കുന്നതിൽ സാധകന് സഹായകങ്ങളായ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. മനുഷ്യനെ കുടുക്കുന്ന കെണികളാണ് അവയെന്ന് ധരിച്ചു പോവരുത്. ആയുസ്സിൻ്റെ അനിയതമായ അവസ്ഥയെക്കുറിച്ചും നശ്വരവും ദുഃഖപൂർണവുമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യ സ്വാമികൾ ചെയ്യുന്നത്. കവിതയുടെ കാഴ്ചപ്പാടിലൂടെ തത്വചിന്തകനായ ശ്രീ ശങ്കരൻ മനുഷ്യ ജീവിതത്തെ കാണുന്നത് താമരദളത്തിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തുള്ളി പോലെ അസ്ഥിരമായിട്ടാണ്. ആയുസ് ആർക്കും തിട്ടപ്പെടുത്താൻ വയ്യ. എത്ര കാലം ഇരിക്കും ഇനി എന്ന് ഒരു നിശ്ചയവുമില്ലാത്ത ഈ ജീവിതകാലത്ത് തന്നെ എപ്പോഴാണ് ഒരു സ്വൈരമുള്ളത്? രോഗം കൊണ്ടും ദുരഭിമാനം കൊണ്ടും ശോകപരമ്പര കൊണ്ടും മനുഷ്യജീവിതം അത്യന്തം ദയനീയം തന്നെ. ഈ ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം മർത്യജീവിതത്തിൻ്റെ അനിയത സ്വഭാവത്തെ ചിത്രീകരിക്കുന്നു. ഉത്തരാർത്ഥം ലോകത്തിൻ്റെ തന്നെ ശോച്യാവസ്ഥയെയും വൃഷ്ടിയുടെയും സമഷ്ടിയുടെയും ജീവിതത്തെ വിശകലനം ചെയ്യുന്ന ഫലപ്രദമായൊരു പ്രതിപക്ഷ ഭാവനയ്ക്ക് ഉദാഹരണമാണിത്. ജീവിതം അസ്ഥിരവും ലോകം ശോകാകുലവുമാണെന്നിരിക്കെ കാലം വൃഥാ കളയരുതെന്ന് സാധകരെ താക്കീത് ചെയ്യുകയാണ് ഈ ശ്ലോകത്തിൻ്റെ ഉദ്ദേശം. ഞാനിതാ വരുന്നു, ഒരുങ്ങിയിരുന്നോളിൻ എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണോ മരണം വന്നണയുക? ആളെയോ സ്ഥലത്തെയോ മാനിക്കുന്നവനല്ല മൃത്യു. നിങ്ങളാരായാലും ശരി, വീട്ടിലോ ജോലിസ്ഥലത്തോ കാട്ടിലോ പട്ടണത്തിലോ എവിടെയായാലും ശരി, അപ്രതീക്ഷിതമായി തന്നെ കാലൻ വന്ന് പിടികൂടും. അതിനാൽ ഈ നിമിഷം തന്നെ വേണ്ടത് ചെയ്യാൻ പ്രയത്നിക്കൂ. ഇപ്പോൾ തന്നെ, ഇവിടെ വെച്ചു തന്നെ. അദ്ദൈവ ഇഹൈവ തുടങ്ങൂ എന്ന തിടുക്കത്തോടെയാണ് ശ്രീ ശങ്കരൻ ഇവിടെ സംസാരിക്കുന്നത്. ഇതേ ആശയത്തെ വ്യക്തമാക്കുന്ന സർവം ദുഃഖം ദുഃഖം, സർവം ക്ഷണികം ക്ഷണികം എന്ന ബുദ്ധവാക്യവും ഇവിടെ സ്മരണീയമാണ്. ജീവിതത്തിൻ്റെ അനിയത സ്വഭാവത്തെ വ്യക്തമാക്കുന്ന ഈ ചിത്രത്തിൽ ശ്രീ ശങ്കരൻ്റെ കവിഭാവനയുടെ ആസ്വാദ്യത നാം കണ്ടു. നളിനീദളത്തിൽ ചാഞ്ചാടിക്കളിക്കുന്ന ജലകണികയുടെ ചിത്രത്തിന് താത്വികമായി അതിലേറെ ഗഹനതയുമുണ്ട്. കവിയും തത്വചിന്തകനുമായ അദ്വൈത ആചാര്യൻ്റെ വാക്യങ്ങൾ അങ്ങനെയാവാതെ വയ്യല്ലോ. താമര വെള്ളത്തിലാണ് വളരുക. നിലനിൽക്കുന്നതും പുഷ്ടിപ്പെടുന്നതും വെള്ളത്തിൽ തന്നെ. അവസാനം അത് വെള്ളത്തിൽ നശിക്കുകയും ചെയ്യും. ആ നിലയ്ക്ക് അടിയിൽ കിടക്കുന്ന ബീജം പൊട്ടിമുളച്ച് പ്രകടമായ താമര വെള്ളത്തിൻ്റെ ഒരു സ്ഫുരണം തന്നെയാണ്. അനന്തമഹിമം ആവാർന്ന അദ്വിതീയ ബ്രഹ്മം സ്വസങ്കല്പം ഹേതുവായി സൂക്ഷ്മ ശരീരമെന്ന താമരയായി രൂപം കൊള്ളുന്നു. അനന്തവും അപരിമേയവും സർവവ്യാപകവുമായ പരമചൈതന്യത്തിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ഒരു കിരണം.
ആത്മാവ്. പ്രസ്തുത ഉപാധിയിൽ സൂക്ഷ്മ ശരീരമെന്ന താമരയിൽ ചാഞ്ചാടിക്കളിച്ചു കൊണ്ടിരിക്കുന്നു. അതെ, മനോബുദ്ധികളാവുന്ന താമരയിൽ വർത്തിക്കുമ്പോൾ ആത്മചൈതന്യം ചഞ്ചല സ്വഭാവത്തോടുകൂടിയ ജീവനായി ചമയുന്നു. ഉപാധിയായ ചിത്ത കമലം വിടുമ്പോൾ അപാര ജലരാശി പോലെ സർവവ്യാപിയായ ബ്രഹ്മത്തിൽ ലീനമാവുകയും ചെയ്യുന്നു. കവിത തുളുമ്പുന്ന ഈ സുന്ദര ചിത്രം അദ്വൈത തത്വരസികന്മാരുടെ ആധ്യാത്മിക ഭാവനയെ ഉത്തേജിപ്പിക്കാൻ തികച്ചും പര്യാപ്തമത്രേ. ജലാശയം ബ്രഹ്മം, ബീജം വാസന, താമര സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ മനോബുദ്ധികൾ, ജലഗണം ആത്മചൈതന്യം. ജലഗണം തിരിച്ച് ജലരാശിയിൽ തന്നെ ചെന്നെത്തുന്ന ജീവിതയാത്രയുടെ പരിസമാപ്തിയെയാണ് തത്വമസി മഹാവാക്യം സൂചിപ്പിക്കുന്നത്. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.